ഇവിടൊക്കെ മണ്ണാണ്. പോട്ടെ മോനെ പോട്ടെ, മോനെ നിങ്ങളടുത്ത് കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളെ ശ്രദ്ധയിലേക്ക് പോകും. ഓനെ വിട്ടുകൂടി പോനും പോ. മോള് പോ. ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഉള്ളത് കോഴിക്കോട് കുറ്റിച്ചിറ കുളത്തിലാണ്. അതിപ്രശസ്തമായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മോസ്ക്, ഒരു പള്ളിയുണ്ട് ഇവിടെ കുറ്റിച്ചിറ. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുളമാണിത്. മിഷ്കാൽ പള്ളി, കുറ്റിച്ചിറ മിഷ്കാൽ പള്ളി അതിപ്രശസ്തമാണ്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു കാക്കഥ മക്കൾക്ക് നീന്തൽ പരിശീലിപ്പിക്കുന്നുണ്ട്. ഇത് ഫ്രീ ആണ്, തികച്ചും ഫ്രീ ആണ്. ഈ കാക്കനോട് നമുക്ക് ഇതിനെപ്പറ്റിയുള്ള ചില കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. കാക്ക തിരക്കിലാട്ടോ, കാരണം വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കാനൊന്നും സമയമില്ല, കുട്ടികളാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ചൊറിച്ചിൽ അനുഭവപ്പെട്ടപ്പോൾ, ഈ ചെറിയ മോനെ ചൊറിച്ചിൽ അനുഭവപ്പെട്ടപ്പോൾ കാക്കഥ ഡെറ്റോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ കുളത്തിൽ ഇപ്പോൾ വെള്ളം കുറവാണ്, അത് കാരണം ചെറിയ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതിന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഡെറ്റോൾ കൊടുത്തിന്. ഇതിനൊക്കെ ഇനി മുൻകരുതലാട്ടോ. വെള്ളം കുറവാണ്, അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ക്ലാസ് നിർത്തിയാലേ പിന്നെ നമുക്ക് തുടങ്ങുന്നില്ല. ആണ് കാക്കയുടെ പേരെന്തായിരുന്നു? സാദിഖ്. സാദിഖ എവിടെ സ്വദേശം? ഞാൻ ഇവിടുന്ന് കുറ്റിച്ചിറ. ഇത് എത്ര കാലം തുടങ്ങിയിട്ട്? ഇത് കുറെ വർഷങ്ങളോളായി. എല്ലാ ദിവസവും ഉണ്ടാകുമോ? ഇല്ല, സൺഡേ മാത്രം. ഞായറാഴ്ച രാവിലെ 7:15 മുതൽ 11 വരെയാണ്. ഇന്നിപ്പോ നേരത്തെ നിർത്തും, എനിക്ക് പോകണ്ട, അതുകൊണ്ട് ഇന്ന് 10 മണിക്ക് നിർത്തും. ഒരുപാട് സ്ഥലത്ത് ആൾ വരുന്നുണ്ടോ? പല ഭാഗത്തും ആൾ വരും. ഞങ്ങൾക്ക് എല്ലായിലൊക്കെ ഉണ്ടായിരുന്നു, എല്ലായി പഞ്ഞങ്ങരൊക്കെ ഉണ്ടായി. ഇപ്പൊ ഇവിടെ മാത്രമാക്കി. ഒന്നും വേണ്ട. ഡെറ്റോൾ വരെ കണ്ടിരുന്നു. നമ്മൾ തന്നെ ട്യൂബൊക്കെ ഉണ്ട്, കണ്ടമാനം ട്യൂബ്. സ്പോൺസറും വേണ്ട, നമ്മൾ തന്നെ, നമ്മളെ കുട്ടികളും നമ്മളും തലമുറായിട്ട് നമ്മളെ മക്കൾസ് ഉണ്ട്. എത്രയോ കൊല്ലായിട്ട്, വർഷങ്ങളോളായിട്ട്. ഇവിടെ അങ്ങനെ ആരുമില്ല. എത്ര പേരെ ഇപ്പൊ നിങ്ങൾ ഇതുവരെ പഠിപ്പിച്ചു കഴിഞ്ഞു? കണ്ടമാനം കണക്കിൽ കഴിഞ്ഞു, ആയിരക്കണക്കിന് കഴിഞ്ഞു. ശരി, ഇതെന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുന്നത്? എന്തെങ്കിലും വെള്ളം കുറവായതുകൊണ്ട് ഇനി എന്തെങ്കിലും ഡെറ്റോൾ ചെറിയ കാര്യം. ശരി, അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാ. ഒന്നും ഉണ്ടായിട്ടില്ല, ആർക്കും ചൊറിച്ചലൊന്നുമില്ല. പിന്നെ ഇത് 24 hours നല്ല പകലെല്ലാം സൂര്യപ്രകാശം നിൽക്കുന്ന വെള്ളമാണ്, ഒന്നും ഉണ്ടാവില്ല. വെള്ളം കുറവാണ്, അതുകൊണ്ട് ചെയ്യുന്നത്. ശരി, ആർക്ക് വേണമെങ്കിലും ഇവിടെ നീന്തൽ പഠിക്കാൻ വരാം. ആർക്കും എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. വലിയവരും വരുന്നുണ്ടല്ലോ. എല്ലാവരും വരുന്നുണ്ട്. ശരി, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ സുഹൃത്തുക്കൾ, ആർക്ക് വേണമെങ്കിലും നീന്തൽ പഠിക്കാൻ അവിടെ വരാം. ഇത് ഫ്രീ ആണ്, 100% ഫ്രീ ആണ്. അപ്പോൾ ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തുക. ഒരുപാട് ആൾക്കാർ പൈസകൾ ഒരുപാട് ചിലവഴിച്ചിട്ടാണ് നീന്തൽ പഠിക്കാൻ പോകുന്നത്. ഇവിടെ മുകളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ അവിടുന്ന് ചാടാനൊക്കെ ട്രെയിനിങ് ചെയ്യും. ഓക്കെ, അവിടെ വെള്ളം അവിടെ വരെ എത്തും. ഇപ്പൊ കാക്കന്റെ സമയം നോക്കി നമുക്ക് സമയം കിട്ടില്ല, കാരണം എന്താ വെച്ചാൽ ഇതിനുള്ള കൂടെ ചോദിച്ച് മനസ്സിലാക്കാനുള്ള പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും ചൊറിച്ചല് വരണ്ട, അതാണ്. ആരും കംപ്ലൈന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ശരി, നല്ല രസമുണ്ടല്ലേ? ഞങ്ങളിത് കുറ്റിച്ചിറ വന്ന സമയത്ത് ഞങ്ങൾ ഒരു കൗതുകം, ഈ ചെറിയ മക്കളൊക്കെ ഇങ്ങനെ നീന്തി പഠിക്കുന്നപ്പോ പഠിച്ചോ? നന്നായി നീന്തോ? അടിപൊളിയായിട്ട്. ഇയാളോ? നന്നായി നീന്തോ? മോന്റെ പേരെന്താ? സിയാൻ. ഇയാളെ നന്നായി നീന്തോ? എത്ര കാലായി? കാക്ക ഇറങ്ങി വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞു കാക്കല്ലേ? അല്ല കൂടെയാ? എത്രയായി നീന്ത പഠിക്കുന്നത്? കുറേയാലോ? എങ്ങനെ നന്നായി നീന്ത പഠിച്ചോ? എന്താ പേര് മോളെ? ഖദീജാബൻ. അടിപൊളി. അവിടെ കാക്ക ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടല്ലേ? അടിപൊളി. കാക്ക ഭയങ്കര പോസിറ്റീവ് എനർജി കേട്ടോ. എല്ലാവർക്കും നല്ല പോസിറ്റീവായ കാര്യങ്ങളാണല്ലോ പകർന്നു കൊടുക്കുന്നത്. അടുത്ത അഭ്യാസ പ്രകടനം നടത്താൻ പോവാണ് കാക്ക. അടിപൊളി, സൂപ്പർ. ഓണാക്കിയോ? ഓണാ അല്ല, നന്നായി നീന്തോ? വെള്ളത്തിൽ നീർന്നായ? മത്സരത്തിനൊക്കെ പോകുന്ന ആളാ? ഇവിടെ മത്സരമൊക്കെ ഉണ്ടാവല്ലോ? ഇവിടെ ടൂർണമെന്റ് ഉണ്ടാവണ്ടേ? ഇവിടെ പരിപാടികളൊക്കെ ഉണ്ടാവും. ഇവിടെ പരിപാടികളൊക്കെ നല്ല നമ്മളെ കുട്ടികൾ കൂടുതൽ പങ്കെടുക്കുന്നുണ്ട്. ജൂനിയറിൽ സബ് ജൂനിയറൊക്കെ. അത് ശരി. അപ്പൊ നിങ്ങൾ ഇവിടെ ചാമ്പ്യന്മാരെ ഉണ്ടാക്കുന്നുണ്ടല്ലേ? കുട്ടികളുണ്ടാവും. പിന്നെ നമ്മള് പ്രൊഫഷണലിസം ഇല്ല, ബാക്കിയൊക്കെ ഉണ്ടാവും. പ്രൊഫഷണലിസം അവരെങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ അവർ ചെയ്തോളും. പല ഐറ്റംസ് ഉണ്ടല്ലേ.
നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നീന്ത പഠിപ്പിക്കും, നമ്മൾ തുറന്നു കൊടുക്കും, ഒന്ന് തുടങ്ങി കൊടുക്കും, തുടങ്ങി കൊടുക്കും, ബാക്കി അവരേറ്റില്ലേ? ആദ്യം പേടി തീർക്കണം, പിന്നെ നീന്ത പഠിപ്പിക്കല്ലേ. ശരി. അപ്പൊ നിങ്ങൾക്ക് ആയിരക്കണക്കിന് ശിക്ഷകണങ്ങളുണ്ടല്ലേ? 9895 733 520 സാദിഖ് മേത്തലക്കണ്ടി. ഒന്നും കൂടി പറയാമോ നമ്പർ? ഓ പറയാം. 9895 733 520. കോഴിക്കോട്ടെ കുറ്റിച്ചിറയിലെ ഒരു പ്രധാന ആകർഷണ കേന്ദ്രമാണ് ഈ ചിറ, ഈ കുളം. കൂടാതെ ഇവിടെ അതിപ്രശസ്തമായ ഒരു പള്ളിയുണ്ട്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പള്ളിയുണ്ട്, കുറ്റിച്ചിറ മിഷ്കാൽ പള്ളി. കൂടാതെ പഴയ ശൈലിയിലുള്ള വീടുകൾ, ഇടുങ്ങിയ വഴികൾ, പരമ്പരാഗത മാർക്കറ്റുകൾ എന്നിവ ഇവിടെ കാണാം. ഇന്നും കുറ്റിച്ചിറ പഴമയും പുതുമയും കൂടിച്ചേരുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ സംസ്കാരപരമായ പാരമ്പര്യവും പഴയകാലത്തിൻ്റെ ശൈലിയും ഒക്കെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ കോഴിക്കോട് നഗരത്തിൻ്റെ ഒരു പ്രധാന പൈതൃക കേന്ദ്രമായി ഇത് പരിഗണിക്കപ്പെടുന്നു. എന്തായാലും ഇവിടെ ഒരു സന്ദർശിക്കപ്പെടേണ്ട സ്ഥലമാണ്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ എന്തായാലും ഇവിടെ സന്ദർശിച്ചിരിക്കണം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് ഇവിടുത്തെ നമ്മളെ കുറ്റിച്ചിറ ഈ ഒരു കുളത്തിലെ ആക്ടിവിറ്റീസ്. അതായത് ഇവിടെ നീന്തൽ പഠിപ്പിക്കേണ്ട എല്ലാ ഞായറാഴ്ച സൗജന്യമാണ്. നീന്തൽ പഠിക്കേണ്ട ആൾക്കാർ ഇതാ ഈ കാക്കനെ സമീപിച്ചാൽ മതി. രാവിലെ 7 മുതൽ 11 മണി വരെയാണ് ഈ പരിപാടി ഇവിടെ നടക്കുന്നത്. തികച്ചും സൗജന്യമാണ്, ഒരു രൂപ പോലും കൊടുക്കണ്ട. ഇവിടെ വന്ന് നേരെ ഈ ട്യൂബ് എടുക്കുക, വെള്ളത്തിൽ ചാടുക, കാക്ക പറയുന്നതൊക്കെ കാര്യങ്ങളൊക്കെ പാലിക്കുക. അങ്ങനെ നല്ലൊരു നീന്തൽ വിദഗ്ധനായി മാറാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. മറ്റൊരു വീഡിയോ വരുന്നവരെ ബൈ.